വേടൻ എന്ന റാപ്പറെ കസ്റ്റഡിയിൽ വെച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ്. റാപ്പർ വേടനും സംഘവും ഇന്നലെ പിടിയിലായത് കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ്. പോലീസ് സംഘം ഫ്ളാറ്റിനകത്ത് എത്തിയപ്പോൾ വേടനും കൂട്ടുകാരും ചേർന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആർ. ലഹരി ഉപയോഗം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. മാലയിലെ പുലിപ്പല്ല് കഴിഞ്ഞ വർഷം ആരാധകൻ സമ്മാനമായി നൽകിയതെന്നും വേടന്റെ മൊഴി. കേസിൽ വേടനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങളുമായി റിയ ചേരുന്നു. റിയ, ഗുഡ് മോർണിംഗ്. വേടൻ സത്യത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിയിലായി എന്നൊക്കെ പറയുമ്പോഴും ലഹരിയുടെ കാര്യത്തിലല്ല നിയമ നടപടി നേരിടേണ്ടി വരിക, മറിച്ച് ഈ പുലിപ്പല്ല് കൈവശം വെച്ചതിന്റെ പേരിലാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു, അല്ലേ റിയ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് റാപ്പറായിട്ടുള്ള വേടനെ കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം പിടികൂടുന്നത്. അത് കുറഞ്ഞ അളവ് കഞ്ചാവ് ആയതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായിരുന്നു. ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അതിൻ്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്, ഈ പോലീസ് സംഘം കൊച്ചിയിലെ ഫ്ളാറ്റിനകത്ത് കയറിയപ്പോൾ ആ മുറിക്കകത്ത് മേശയ്ക്ക് ചുറ്റുമിരുന്ന് വേടനും 8 സുഹൃത്തുക്കളും, അതായത് 9 പേർ മേശയ്ക്ക് ചുറ്റിനുമിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് വേടനെതിരെ, ഹിരൺദാസ് എന്ന വേടനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെ വേടനെയും കൂട്ടുകാരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് വനം വകുപ്പ് വേടൻ ഉപയോഗിച്ചിരുന്ന പുലിപ്പല്ലുള്ള ഈ മാലയുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടന്നത്. മേക്കപ്പാറയിലെ ഫോറസ്റ്റ് ഓഫീസിലാണ് വേടൻ ഇപ്പോൾ ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വേടൻ തന്നെ ഇത് ഒറിജിനൽ ആണെന്നും തനിക്കൊരു ആരാധകൻ സമ്മാനിച്ചതാണെന്നും അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണവും തുടർ നീക്കങ്ങളും ഒക്കെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും ആ കേസുകളൊക്കെ നിലനിൽക്കുക. കാരണം ഈ വന്യജീവി സംരക്ഷണ നിയമവും അതോടൊപ്പം തന്നെ ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നതിനെതിരെയുമുള്ള കുറ്റങ്ങളാണ് വേടനെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കുമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അതായത് നിയമ നടപടികളുമായി വേടൻ മുന്നോട്ട് പോകണമെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വനംവകുപ്പ് വിശദമായി തന്നെ ആരാണ് ഇയാൾ എന്ന കാര്യത്തിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വേടൻ തന്നെ ചില വിവരങ്ങൾ വനംവകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്താണ് ഇയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്നതാണ് വേടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് തനിക്കിത് സമ്മാനമായി നൽകിയത്. ഇയാൾ ഇപ്പോൾ വിദേശത്താണ്. ഇതാണ് വേടൻ വനംവകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം ഏതാണ്ട് ഉച്ചയോടുകൂടി പെരുമ്പാവൂർ കോടതിയിൽ വേടനെ ഹാജരാക്കുകയും ചെയ്യും. നിയമ നടപടികൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് നാളുകൾ നീളുമെന്ന കാര്യം. ഉപയോഗത്തിനല്ലാത്ത ആയുധങ്ങൾ കണ്ടെത്തിയെന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് അറിയാം? ഇന്നലെ ഈ വേടന്റെ ഫ്ളാറ്റിൽ വിശദമായി പോലീസ് സംഘം പരിശോധിച്ചപ്പോൾ അരിവാൾ അടക്കമുള്ള ചില ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് എന്ത് സാഹചര്യത്തിലാണ് അവിടെ സൂക്ഷിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തമായ വിവരം വേടനോ വേടന്റെ സുഹൃത്തുക്കൾക്കോ പോലീസിന് മുമ്പാകെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം സ്വഭാവമുള്ള വസ്തുക്കൾ കൈവശം വെച്ചതിന് കൂടി വേടനെതിരെ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഉപയോഗം സംബന്ധിച്ചും അതെന്തുകൊണ്ട് തങ്ങൾ സൂക്ഷിച്ചു എന്നത് സംബന്ധിച്ചും ഒക്കെ ഒരു വിശദീകരണം പോലീസിന്റെ പരിശോധനയിൽ നൽകേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകളും പോലീസ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നലെ ആ പ്രതികരണം കേട്ടതാണ്. വേടൻ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ഇതൊരു ഗൂഢാലോചനയാണോ, എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ ചോദിച്ചിരുന്നു. വേടൻ അതിന് മറുപടിയായി നൽകിയത് തനിക്ക് പറയാനുണ്ട്, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. ഗൂഢാലോചനയാണോ എന്ന ചോദ്യത്തിന് അതൊന്നുമല്ല, തന്നെ കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് അതുമല്ല എന്ന് മറുപടി നൽകിക്കൊണ്ടാണ് വേടൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് തന്നെയാണ് വേടൻ വ്യക്തമാക്കിയത്. പക്ഷേ ഈ കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിലെ വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ സുഹൃത്തുക്കളൊപ്പം ചേർന്ന് അത് ഉപയോഗിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുമ്പും വേടൻ ഉൾപ്പെടെ കുറച്ചധികം പേർക്ക് 3 പേർക്കെതിരെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്.